സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ മുൻപ് സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റ് ട്രേഡേഴ്സിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ആരംഭിക്കുന്നതിന് മുൻപ് ഇവിടെ 4 വിജയികളെ പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് പോസ്റ്റ് മാർക്കറ്റിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനലിന്, ഈ യൂട്യൂബ് ചാനലിന് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഓരോ 100 പേര് ജോയിൻ ചെയ്യുമ്പോഴും അതിൽ നിന്നും ഒരാളെ വിന്നറായി സെലക്ട് ചെയ്യും. അപ്പോൾ അതിന് ഏകദേശം 2000 രൂപ മൂല്യമുള്ള ഒരു പ്രീമിയം മെമ്പർഷിപ്പാണ് അവർക്ക് നൽകുന്നത്. ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർഷിപ്പാണ് നൽകുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറിനെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം 100 മുതൽ, അതായത് 200 മെമ്പേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലായത്. ആ 200 പേരിൽ 100 മുതൽ 200 വരെയുള്ള ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷിജു ആണ്. അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും റിപ്ലൈ വരുന്ന മുറക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്, പ്രീമിയം അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൺഗ്രാജുലേഷൻ ഷിജു. നിങ്ങൾക്ക് ആർക്കും ഇതേപോലെ വിന്നർ ആവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെയുള്ള ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. അതിൽ നിന്നും ഓരോ 100 പേരാകുമ്പോഴും നമ്മൾ ഒരു ഡ്രോ നടത്തും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. അവിടെ നിങ്ങൾ എത്ര കാലം ആ ഫ്രീ ഗ്രൂപ്പിൽ തുടരുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് വിജയിയാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അടുത്തത്, നമ്മളെ ഗ്രൂപ്പിൽ എല്ലാ മാസത്തിലും, ഞങ്ങളുടെ പ്രീമിയം ട്രേഡേഴ്സ് അരീന എന്ന പ്രീമിയം ഗ്രൂപ്പിൽ എല്ലാ മാസത്തിലും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഒരു പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒന്നുമില്ല, പ്രീമിയം മെമ്പേഴ്സിൽ ആൾക്കാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഓരോ ഡിഫറെൻറ്റ് ടോപ്പിക്കിലുള്ള പുസ്തകങ്ങൾ, ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം വിജയിയായി വന്നിരിക്കുന്നത് ധർമ്മിഷാണ്. ധർമ്മിഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ധർമ്മിഷിന് ലഭിക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിലേക്ക് ഉടൻ തന്നെ അത് ആമസോൺ ഏജൻറ്റ് ഡെലിവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ധർമ്മിഷ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻ്റ് ഉള്ളത്. അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൻ്റെ ഫീ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു വർഷത്തിൽ ഏകദേശം 12,000 രൂപ മൂല്യം വരുന്ന ഒരു സമ്മാനമാണ് ഈ നൽകുന്നത്. അതായത് ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മെമ്പർഷിപ്പിൽ ഓരോ മാസവും 50% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 12,000 രൂപയോളം ഇതിന് മൂല്യം വരും. എന്തായാലും ഷൈൻ പി, കൺഗ്രാജുലേഷൻസ്, അദ്ദേഹത്തിനാണ് ഗോൾഡ് മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഷൈന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി എല്ലാ മാസവും നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളെ നമ്മൾ ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ട്രേഡേഴ്സിനെ. അപ്പോൾ അതിൽ ഈ പ്രാവശ്യത്തെ വിന്നർ ആയിരിക്കുന്നത് വികേഷ് കെ ആണ്. എല്ലാവിധ ആശംസകളും വികേഷ്. ആൻഡ് നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. അപ്പോൾ 4 പേരുടെ പേര് വിവരങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആശംസകൾ. അപ്പം നിങ്ങൾ കൂടുതൽ ഉഷാറായിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ വിജയികളാകാൻ സാധിക്കും. ഇതിൽ ഒരു ആൾ മാത്രമാണ് ഫ്രീ ഗ്രൂപ്പിൽ നിന്നുള്ളത്, ബാക്കി 3 പേരും പ്രീമിയം ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ്. അപ്പോൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഗ്രൂപ്പിന് താഴെ ലിങ്ക് ഉണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ എഡിറ്റിങ്ങിൽ ചെറിയ അബദ്ധങ്ങൾ പറ്റിയത് കൊണ്ട് തന്നെ ഈ ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഡെയിലി റിപ്പോർട്ടിൽ, ഡെയിലി പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ സെൻസെക്സ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് നമ്മളെ ഗ്രൂപ്പിൽ, ഫ്രീ ഗ്രൂപ്പിൽ വന്ന ഒരു സജഷനായിരുന്നു സെൻസെക്സ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അതുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തി. നിഫ്റ്റിയും സെൻസെക്സും ആണ് മേജർ ഇൻഡെക്സുകൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള. അതേപോലെ ഇന്ത്യ വിക്സ് ആണ് അതിൻ്റെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം ഒന്നിച്ച് അവതരിപ്പിക്കാനും, ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും സെക്ടറൽ ഇൻഡെക്സുകളാണ്, അത് വേറെ ആയിട്ട് അവതരിപ്പിക്കാനാണ് തീരുമാനം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 18,065 നിന്നും 60 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,124 ഇന്ന് രാവിലെ മാർക്കറ്റ് ആരംഭിച്ചത്. 18,180 ഡേ ഹൈയും 18,101 ഡേ ലോയും വന്നതുവഴി 78.5 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ്, അഥവാ 0.43% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. 78 പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് കാര്യമായ ഒരു ട്രേഡും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് ആരംഭിച്ച 18,124 നിന്നും
22 പോയിന്റ് ലാഭത്തോടുകൂടി 18,147 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചത്. ഇന്നലെയുള്ള ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ 18,065 ക്ലോസ് ചെയ്തത്, ഇന്ന് 18,147 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ക്ലോസിംഗ് കൂടി നോക്കുകയാണെങ്കിൽ 83 പോയിന്റിന്റെ ഒരു നേട്ടം നിഫ്റ്റി കൈവരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 11,112 നിന്നും 189 പോയിന്റ് ഗ്യാപ്പോട് കൂടി 61,301 ഇന്ന് രാവിലെ ഓപ്പൺ ആയത്. 61,486 ഡേ ഹൈയും 61,255 ഡേ ലോയും വന്നതുവഴി 231 പോയിന്റ് അഥവാ 0.38% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 61,301 നിന്നും 53 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റോട് കൂടി അല്ലെങ്കിൽ ഇൻട്രാഡേ പ്രോഫിറ്റോട് കൂടി 61,354 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,112 ഇന്ന് അവസാനിച്ചത് 61,354. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 242 പോയിന്റിന്റെ ഒരു ലാഭം നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയത് 10.95 ഡേ ഹൈ 12.06, അതേപോലെ ഡേ ലോ വന്നിരിക്കുന്നത് 10.95. അങ്ങനെ 8.68% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.9 ഇന്ന് ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അവസാനിച്ചിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,233 നിന്ന് 161 പോയിന്റ് ഗ്യാപ്പോട് കൂടി 43,395 ഇന്ന് ആരംഭിച്ചത്. 43,483 ഡേ ഹൈയും 43,269 ഡേ ലോയും വന്നത് വഴി 214 പോയിന്റിന്റെ അഥവാ 0.49% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,395 നിന്ന് 42 പോയിന്റ് നഷ്ടത്തിൽ 43,352 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ അവസാനിച്ചതും ഇന്ന് അവസാനിച്ചതും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 118 പോയിന്റ് ബാങ്ക് നിഫ്റ്റി ഒരു ലാഭം ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,162 നിന്നും 67 പോയിന്റ് ഗ്യാപ്പപ്പിൽ 19,229 ഇന്ന് രാവിലെ ആരംഭിച്ചത്. ഡേ ഹൈ 19,265 ഡേ ലോ 19,168 വന്നത് വഴി 97 പോയിന്റിൻ്റെ അഥവാ 0.51% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,229 നിന്നും 21 പോയിന്റ് നഷ്ടത്തിൽ 19,208 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ അവസാനിച്ചത് 19,162 ഇന്ന് അവസാനിച്ചിരിക്കുന്നത് 19,208 അതുവഴി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 46 പോയിന്റിൻ്റെ ലാഭം ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര, ടാറ്റ സ്റ്റീൽ, REC ലിമിറ്റഡ്, PFC, ONGC, NTPC, മാരുതി, ഇൻഫി, IDFC ഫസ്റ്റ് ബാങ്ക്, ഹിൻഡാൽകോ, HDFC ലൈഫ്, HDFC AMC, AU ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹീറോ മോട്ടോ കോർപ്പറേഷൻ മാത്രമാണ് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. 2.46% നഷ്ടമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 9,973 കോടിയുടെ ബൈങ്ങും 7,975 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,998 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് കാണാൻ സാധിച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 5,650 കോടിയുടെ ബൈങ്ങും 6,044 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,394 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മാർക്കറ്റിൽ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1,604 കോടിയുടെ നെറ്റ് ബൈങ് നടന്നതായിട്ടാണ് ഡാറ്റകൾ നമ്മളോട് പറയുന്നത്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് നിരീക്ഷിച്ച് ഏതൊരാൾക്കും അറിയാം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റും 1,600 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും ഇന്ന് കണ്ടില്ല. പക്ഷേ ഇത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് പ്രീ മാർക്കറ്റ് സെഷനിലായിരിക്കും. കാരണം പ്രീ മാർക്കറ്റ് സെഷനിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഇന്ന് കിട്ടിയിരുന്നു. അപ്പോൾ പ്രീ മാർക്കറ്റ് സെഷനിൽ നടന്ന ഒരു ട്രേഡ് ആയിരിക്കാനാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പ്രീ മാർക്കറ്റ് സെഷനിലായിരിക്കണം ഈ ഒരു ബൾക്ക് ഡീല് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയത്. ഇൻട്രാഡേയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് അവേഴ്സിലാണ് ഇത് നടന്നിരുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടുമായിരുന്നു. അത് കിട്ടിയിട്ടില്ല. അതിനർത്ഥം അത് പ്രീ മാർക്കറ്റ് സെഷനിലാണ് നടന്നിട്ടുള്ളത് എന്നാണ്. ഇനി നാളെ വരാനുള്ള സ്റ്റോക്ക് റിസൾട്ടുകൾ ഏത് നോക്കാം. ഇവിടെ പെട്രോനെറ്റ് LNG ലിമിറ്റഡ്, അനുപം രസായൻ, ബജാജ് കൺസ്യൂമർ കെയർ ലിമിറ്റഡ്, ഫോക്കസ് ലൈറ്റിംഗ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് ലിമിറ്റഡ്, ഫോസസ്കോ ഇന്ത്യ ലിമിറ്റഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഹാവൽസ്, ISMT ലിമിറ്റഡ്, ജ്യോതി ലാബ്സ്, KEC, KPR മിൽസ് ലിമിറ്റഡ്, മോൾടെക് പാക്കേജിംഗ് ലിമിറ്റഡ്, MRF,
ആവാസ് ഫിനാൻഷ്യൽസ് ലിമിറ്റഡ്, പ്ലാസ്റ്റിക് ബെൻസ് ഇന്ത്യ ലിമിറ്റഡ്, PNB ഗിഫ്റ്റ്സ് ലിമിറ്റഡ്, റാണെ ബ്രേക്ക് ലൈനിങ് ലിമിറ്റഡ്, റിലയൻസ് പവർ, SIS ലിമിറ്റഡ്, സോളാർ ഇൻഡസ്ട്രീസ്, സോണ BLW പ്രിസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ്, സൊനാറ്റ സോഫ്റ്റ്വെയർ ലിമിറ്റഡ്, സുല വൈൻയാർഡ്സ് ലിമിറ്റഡ്, ടൈറ്റൻ, വിംറ്റ ലിമിറ്റഡ്, വിഷ്ണു കെമിക്കൽസ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ളത് ജ്യോതി ലാബ് എല്ലാവരും ശ്രദ്ധിക്കുന്ന, ഹാവൽസ് ശ്രദ്ധിക്കുന്നതാണ്, ബജാജ് കൺസ്യൂമർ കെയർ, അതേപോലെ അനുപം രസായൻ, ദെൻ MRF ഇൻവെസ്റ്റേഴ്സ് കുറവാണെങ്കിൽ കൂടി നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു കാലത്ത് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്, പിന്നീടാണ് അത് നിഫ്റ്റിയിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്തത്. അതുപോലെ ടൈറ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ അത്രയൊക്കെയാണ്. റിലയൻസ് പവർ ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നു, കാരണം ഒരു കാലത്ത് റിലയൻസ് പവർ വലിയൊരു സ്റ്റോക്കായിരുന്നു, പിന്നീട് അത് എവിടെയൊക്കെ എത്തിപ്പോയി എന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 2010 രൂപയുടെ, അതായത് 2.1% ഒരു നഷ്ടത്തിലാണ് ട്രേഡ് അവസാനിപ്പിച്ചത്. കാരണം ഞങ്ങൾക്ക് ഇന്ന് ആകെപ്പാടെ ഒറ്റ ട്രേഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു ട്രേഡ് മാത്രമേ ആക്ടിവേറ്റ് ആയി കിട്ടിയിട്ടുള്ളൂ. 6 ട്രേഡുകളിൽ ഞങ്ങൾ എൻട്രി ശ്രമിച്ചിരുന്നെങ്കിലും ഞങ്ങളുടെ പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാത്തതുകൊണ്ട്, റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത് കിട്ടിയില്ല. ഏകദേശം 2:30 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു. 2:30 മണിക്ക് ശേഷം ഞങ്ങൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഒരു പരിധിവരെ ചെറിയൊരു മൂവ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ 2:30 മണിയോടുകൂടി ഞങ്ങൾ ക്ലോസ് ചെയ്തതുകൊണ്ട് അതിനുശേഷം സംഭവിച്ചത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇനി ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഒരു റേഞ്ചിൻ്റെ ഇടയിൽ തന്നെയാണ്. അതായത് R1 R2-ൻ്റെയും ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലെവലിൻ്റെയും ഇടയിൽ തന്നെയാണ് അത് മൂവ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഇവിടെ ഒരു വിക്ക്, ചെറിയതായിട്ടൊരു വിക്ക് കയറി പോയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച ഒരു ട്രേഡ് ആക്ടിവേഷൻ ആയത്. അതല്ലാതെ മറ്റെവിടെയും തന്നെ ഇതിനകത്ത് ഒരു ട്രേഡ്, കാരണം ഇത് വളരെ നാരോ ആയിട്ടുള്ള 18,134-ൻ്റെയും 18,171-ൻ്റെയും ഏകദേശം 50-60 പോയിന്റ് അല്ലെങ്കിൽ കൂടി വന്ന ഒരു 75 പോയിന്റിൻ്റെ ഇടയിലുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങളുടെ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ അത് 18,178 ആ ലെവലിലായിരുന്നു. അപ്പോൾ അത് ഒരു തവണ അത് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് അതിൽ ഫർദർ ട്രേഡ് കിട്ടിയില്ല, ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്നുള്ളത് സത്യമാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് R1 R2-ൻ്റെ മുകളിലായിട്ട് ഓപ്പണായി, എന്നിട്ട് ദെൻ R3-ൽ ടച്ച് ചെയ്തു, താഴോട്ട് വന്നു, വീണ്ടും R3 ക്രോസ് ചെയ്തിട്ട് ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ മഞ്ഞ വര 43,487 ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ച ഒരു ലെവലാണ്. അവിടെ ടച്ച് ചെയ്ത് വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും ആ R2 അല്ലെങ്കിൽ 43,456-ൻ്റെയും 43,342-ൻ്റെയും ഇടയിൽ തന്നെ ആ മാർക്കറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒറ്റ ട്രേഡും ആക്ടിവേഷനായി കിട്ടിയില്ല. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിട്ട് കൂടി നമുക്ക് കാര്യമായ ഒരു മൂവ്മെൻറ്റ് അതിനകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത് R1-ൻ്റെ മുകളിൽ ഓപ്പണായി ഇന്ന് ഹൈ വരും എന്ന് കരുതിയിരുന്ന ആ ഒരു ലെവലിൻ്റെയും അല്ലെങ്കിൽ 19,206-ൻ്റെയും 19,275-ൻ്റെ ഇടയിൽ ഒരു ബൗൺസ് ചെയ്ത് കളിക്കുന്ന ഒരു കളിയാണ് കണ്ടത്. യെസ്റ്റർഡേ ഹൈയിൽ വന്നിട്ട് ഇന്ന് മാർക്കറ്റ് ക്ലോസ്, അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു അത്ഭുതങ്ങളും തന്നെ കാണിച്ച് തരാതെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഓവറോൾ ഒരു ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ഈ മാസത്തെ പുതിയ ലെവൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി ഗ്രൂപ്പുകളിൽ, ഫ്രീ ഗ്രൂപ്പിലും എല്ലായിടത്തും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത് 17,736-ൻ്റെയും 17,712-ൻ്റെ ഇടയിലാണ്. ഓൾറെഡി കഴിഞ്ഞ മാസത്തിൽ തന്നെ അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് കയറി വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടാർഗറ്റ് 17,902-ഉം അതും കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് സെക്കൻഡ് ടാർഗറ്റ് 18,068-ഉം ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റ് എത്താനുള്ളതും 18,234-ആണ്. പക്ഷേ ഇവിടെ ഇന്നത്തെ ഒരു പാറ്റേൺ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നാളെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ക്യാൻഡിൽ വരും എന്നാണ്. ഈ രീതിയിൽ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ വരാനാണ് കൂടുതലായിട്ടും ഞാനൊരു സാധ്യത കാണുന്നത്. യെസ്റ്റർഡേ ഓപ്പണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ലെവൽ വരെയും അത് ചിലപ്പോൾ ഇറങ്ങി വരാനും സാധ്യതയുണ്ട്. ഇനി അതൊരു 90% സാധ്യതയുള്ള ഒരു കാര്യമാണെങ്കിൽ ഇനി 10% സാധ്യത, അതായത് പ്ലാൻ എ ആണ് ഈ പറഞ്ഞത്. പ്ലാൻ എ നടന്നില്ലെങ്കിൽ, വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്നത് നാളത്തോടുകൂടി ഇതിൻ്റെ, അതായത് ഈ ഒരു ഡോജി
നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ ഒരു സിഗ്നലാണ് തരുന്നതെങ്കിൽ നാളെ വരുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലെവലിനെ, ഏത് ലെവലാണത്, 17,234 ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് നാളെ അനുഭവപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇതൊരു 10% മാത്രം സാധ്യതയുള്ള ഒരു കാര്യമാണ്. കൂടുതലും സാധ്യത ഞാൻ കാണുന്നത് ഇവിടെ നിന്ന് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ താഴെ ഓപ്പണായിട്ട് ഈ ഒരു ദിവസത്തിൻ്റെ ലോ വരെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും നാളത്തെ മാർക്കറ്റ് നമുക്ക് നാളെ കണ്ടു തന്നെ അനുഭവിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ താഴോട്ട് വരും എന്ന് തന്നെയാണ്. പക്ഷേ അവിടെ പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. എന്തായാലും 18,234 എന്നതാണ് നെക്സ്റ്റ് അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ്. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പവർഫുള്ളായിട്ടുള്ള ഒരു ട്രെൻഡിൽ കയറി വന്നതാണ്. നമ്മുടെ ബ്രേക്ക് ഔട്ട് സോൺ അല്ലെങ്കിൽ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത് 41,957 41,927 ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് കഴിഞ്ഞ ഏപ്രിൽ 21 തന്നെ അത് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് 42,373 കട്ട് ചെയ്തിട്ടുണ്ട്. 42,373 കട്ട് ചെയ്തിട്ട് അതിനുശേഷം 42,789 ഈ ഒരു ലെവൽ കട്ട് ചെയ്തു. ദെൻ തേർഡ് ടാർഗറ്റ് 43,205 മാർക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 43,621 പക്ഷേ ഇന്നത്തെ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല ഇതൊരു പുൾ ബാക്കിനുള്ള സാധ്യതയാണെങ്കിൽ നാളെ ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു റെഡ് ക്യാൻഡിലാണ് 90% വരാൻ സാധ്യതയുള്ളത്. ഇനി ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നാളെ ഈ ഒരു ലെവല് കട്ട് ചെയ്ത് കയറുന്ന 43,621 ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇതൊരു 10% മാത്രം സാധ്യതയുള്ളത്. 90% ഞാൻ ഒരു സാധ്യത കാണുന്നത് ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ, അതായത് ഇന്നത്തെ ക്ലോസിങ്ങിൽ നിന്നും 43,205 കട്ട് ചെയ്ത് താഴോട്ട് ഒരു ക്യാൻഡിൽ വരുന്ന ഒരു രീതിയാണ്, ഒരു പുൾ ബാക്ക് എടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. അതായത് ഇപ്പോൾ ഉള്ള 43,205 ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറി വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയുടെ സെയിം ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ഒത്തിരി പറയാനൊന്നുമില്ല. പക്ഷേ ഇതിന് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ഇവിടെയാണ്. അതായത് 19,424 ഇനി അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്. പക്ഷേ നാളെ മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റെയർ കേസിൽ ഒരു കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് പൊങ്ങിയേക്കാം. പക്ഷേ അതൊരു 10% മാത്രമാണ് ഞാൻ സാധ്യത കാണുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ ഇതുവരെ വിജയികളായിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം.